മലപ്പുറം ജില്ലയിലെ താനൂർ വള്ളിക്കുന്ന് മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികൾ ആരെല്ലാമെന്ന് ഇന്നറിയാം. താനൂരിൽ പ്രഖ്യാപിച്ച വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതോടെയാണ് പ്രതിസന്ധിയുണ്ടായത്. താനൂരിൽ പൊതു സ്വതന്ത്രന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് CPM. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ പൊതു സ്വതന്ത്രനെ ഇരു മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ആർക്കൊക്കെയാണ് ഇവിടെ സാധ്യത കൂടുതൽ? ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ പത്രികാ സമർപ്പണത്തിന് കേവലം 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേ തീരൂ. മാത്രമല്ല UDF ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആദ്യ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും താനൂരിലാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത്. നേരത്തെ വി അബ്ദുറഹ്മാനെ താനൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം തിരൂരിലേക്ക് മാറണമെന്ന തീരുമാനം എടുക്കുകയും പാർട്ടി അതിനോട് യോജിക്കുകയും തുടർന്ന് അദ്ദേഹം തിരൂരിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോഴാണ് താനൂരിലേക്ക് ഇനിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട സാഹചര്യം സംജാതമായത്. താനൂരിൽ നേരത്തെ അവിടെ LDF പിന്തുടരുന്ന അതേ ശൈലി വെച്ച് UDFിലെ പല നേതാക്കളെയും സ്ഥാനാർത്ഥികളാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു പൊതു സ്വതന്ത്രനോ അതല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ആകും ഇവിടേക്ക് മത്സരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ കഴിയുന്നത്. 11 മണിയുടെ അതിലൊരു അന്തിമ ധാരണയുണ്ടാകും. UDFിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ചാണ് അവിടെ LDF വിജയം നേടുന്നത്. അപ്പോൾ വി അബ്ദുറഹ്മാൻ പിന്തുടർന്ന അതേ ശൈലിയിൽ അവിടെ വിജയം നേടാൻ കഴിയുന്ന ഒരാളെ തന്നെയാകും കൊണ്ടുവരിക എന്നാണ് LDF വ്യക്തമാക്കുന്നത്. വള്ളിക്കുന്നിൽ സാഹചര്യം വ്യത്യസ്തമാണ്. വള്ളിക്കുന്നിൽ നേരത്തെ INLന്റെ സീറ്റായിരുന്നു. INL അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ CPM അവിടെ ഒരു പൊതു സ്വതന്ത്രനെ വേണമെന്ന് നിലപാടെടുക്കുകയും അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. UDFിലെ അതൃപ്തരെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ നടന്നെങ്കിലും അതും പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല. അവിടെയും സ്ഥാനാർത്ഥി ഒരു പൊതു സ്വതന്ത്രനായിരിക്കും, പക്ഷേ അത് UDFിൽ നിന്ന് വന്ന ആളാകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് കൂടി സംഭവിക്കുന്നത് മങ്കടയിലാണ്. മങ്കടയിൽ നേരത്തെ MP അലവി എന്ന ഇടതുപക്ഷ നേതാവിനെ അവിടെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മരവിപ്പിച്ച് അവിടെ ലീഗ് വിമതനായിട്ട് മത്സരിക്കുന്ന കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കാനാണ് LDFിൻ്റെ തീരുമാനം. കുന്നത്ത് മുഹമ്മദിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ LDF നിലവിലെ മങ്കടയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ അതുകൂടെ തന്നെ നേരത്തെ തന്നെ മഞ്ഞലാംകുഴി അലിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കുന്നത്ത് മുഹമ്മദ് നിലപാടെടുക്കുകയും അദ്ദേഹത്തെ മണ്ഡലം നിയോജക മണ്ഡല പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മുസ്ലിം ലീഗ് നീക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം തുടർന്ന് ഈ ഒരു ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം പത്രിക നൽകുക. പക്ഷേ LDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതോടെ മങ്കടയിലും ഒരു അപ്രതീക്ഷിത സാഹചര്യമാണ് വരാൻ പോകുന്നത്. എന്താണെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDFിൻ്റെ കഴിഞ്ഞ് 2 ദിവസമായിട്ടും LDFിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തത് വലിയ തോതിൽ തന്നെ പ്രചരണത്തെ ഈ മണ്ഡലങ്ങളിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. അനുശ്രീ. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.